അതായത് ഈ ഒരു 3 ആഴ്ച മുമ്പ് കൗൺസിലിങ്ങിനും പ്രാർത്ഥനയ്ക്കും വേണ്ടി ധ്യാന കേന്ദ്രത്തിൽ വന്ന ഒരു കുടുംബം ജപ്തി നോട്ടീസ് കിട്ടി. കയ്യിൽ ആ ജപ്തി നോട്ടീസും കൊണ്ടാണ് വന്നത് ആ കുടുംബം വഴി. പിന്നെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു, ഈശോയുടെ സന്ദേശത്തിന് വേണ്ടി കാതോർത്തിരുന്നു. അതിനുശേഷം ആത്മാവിൽ ഒരു ചിന്ത ആ സമയത്ത് ആ കുടുംബത്തോട് പറയാൻ കർത്താവ് തത്തയൊരു കാര്യം, അതായത് ഒരു വഴിയില്ല, ഒരു മാർഗവുമില്ല. അതിനുശേഷം സ്വന്തമായി ചില കാര്യങ്ങൾ ഉണ്ടാക്കിയ സമ്പത്ത്, അതായത് മറ്റുള്ളവരുടെ ആവശ്യത്തിന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സുഹൃത്തിന് കൊടുത്തു. ആ സുഹൃത്ത് വഞ്ചിച്ചു, അങ്ങനെ കിട്ടാതെ വന്നു. പിന്നെ സ്വന്തമായിട്ട് ലോൺ എടുത്തു. അങ്ങനെ വന്നു കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിന് അടയ്ക്കാൻ പറ്റാതെ വന്നു. ജപ്തി നോട്ടീസ് കൈ വന്നിരിക്കുക. ആ ജപ്തി നോട്ടീസും കൊണ്ടാണ് വന്നത്. ഈ ജപ്തി നോട്ടീസും കൊണ്ട് ഈ കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് പ്രാർത്ഥിക്കാൻ വന്ന ഈ ജപ്തി നോട്ടീസും കൈ പിടിച്ചുകൊണ്ട് കൗൺസിലിംഗ് റൂമിലിരുന്ന് പ്രാർത്ഥിച്ച സമയത്ത് ഉള്ളിൽ ഒരു പ്രേരണ കിട്ടി, നമുക്ക് അൾത്താരയിലേക്ക് പോകാം. ഈ കുടുംബത്തിൻ്റെ നൊമ്പരവും പേറി ഈ ജപ്തി നോട്ടീസും കയ്യിലെടുത്ത് അൾത്താരയിലേക്ക് പോയി. അൾത്താരയുടെ മുമ്പിൽ നിന്ന് ദിവ്യസക്രാരിയിൽ വസിക്കുന്ന ഈശോയോട് ചോദിച്ചു, ഈശോയെ ഒരു ഉത്തരമുണ്ടോ? ദിവ്യകാരുണ്യത്തിൽ നിരന്തരം വസിക്കുന്ന അൾത്താരയിൽ സജീവമായി നിൽക്കുന്ന സർവശക്തനായ ദൈവമേ, ഈ കുടുംബത്തിന്റെ ജപ്തി നോട്ടീസ് കയ്യിലിരിക്കുന്നല്ലോ, ഉത്തരമുണ്ടോ കർത്താവേ? അങ്ങനെ അൾത്താരയിൽ നിന്ന് ആ കുടുംബ സംഘം മുഴുവനും ഒരുമിച്ചിരുന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഒരു വഴി മാർഗം കാണിച്ചു തരണമേ എന്ന് അൾത്താരയിൽ നിന്ന് ഒരുമിച്ച് പ്രാർത്ഥിച്ചു. വേറെ മാർഗമില്ല. നമുക്കറിയാം ബാങ്കിന് അതിൻ്റെ നിയമപരമായ വശങ്ങളൊക്കെ ഉണ്ട്. ഈ പ്രിയപ്പെട്ട കുടുംബനാഥൻ്റെ കണ്ണുനീർത്തുള്ളികൾ അൾത്താരെ വീഴുക, ജീവിത പങ്കാളിയുടെ കണ്ണുനീർ വീണുകൊണ്ടിരിക്കുക. എൻ്റെയും കണ്ണ് നിറഞ്ഞു. ഈശോട് കരഞ്ഞു ചോദിച്ചു, ഉത്തരം എന്താ കർത്താവേ? അൾത്താരയിൽ നിന്ന് ആത്മാവിലൊരു സ്വരം കിട്ടി, ജോർജ് എന്നൊരു പേര്. അങ്ങനെ 1 മണിക്കൂറോളം അൾത്താരയുടെ മുമ്പിലിരുന്ന് ദൈവത്തെ ആരാധിച്ച് പ്രാർത്ഥിച്ച് തിരിച്ച് മുറി വന്ന് ഒരുമിച്ച് കർത്താവെ വഴി കാണിച്ചിരണേ സമയത്ത് ഈ ജോർജ് ആരാന്നൊരു ചോദ്യം ചോദിക്കാൻ കർത്താവ് പറഞ്ഞു. അങ്ങനെ ജോർജ് ആരാന്ന് ചോദിച്ചു. ആ ജോർജ് എന്ന പേരുള്ളത് അദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ ഭർത്താവിൻ്റെ പേരാണ്. നമ്മളൊക്കെ അളിയെന്നൊക്കെ പറയല്ലേ, പെങ്ങളുടെ ഭർത്താവിൻ്റെ പേരാണ് ഈ ജോർജ്. അപ്പോൾ എന്നോട് പറഞ്ഞു, സിസ്റ്ററെ എനിക്കിപ്പം പരിചയമുള്ളത് എൻ്റെ പെങ്ങളുടെ ഭർത്താവിൻ്റെ പേരാണ് ജോർജ്, അത് മാത്രമേ എനിക്ക് പരിചയമുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം തന്നെ ഫോൺ എടുത്ത് ഈ ദൈവമകനെ ഒന്ന് വിളിച്ച് എന്നെ ഹെൽപ്പ്. അപ്പോൾ പറഞ്ഞു, സിസ്റ്ററെ ഇങ്ങോട്ട് വരുന്നതിൻ്റെ 2 ദിവസം മുമ്പ് തന്നെ ഞാൻ ചോദിച്ചതാണ് അല്പം ഒന്ന് മറിക്കാനുണ്ടോ എന്ന്. അദ്ദേഹത്തിൻ്റെ മകൻ കാനഡയ്ക്ക് പഠിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി 20 ലക്ഷം രൂപ ആവശ്യമായിരുന്നു കൊണ്ട് ലോൺ എടുത്തും മറ്റ് സാഹചര്യങ്ങളിലൂടെയൊക്കെ ഈ പൈസ എടുത്ത് മോന് വേണ്ടി പോയതുകൊണ്ട് ഒരു നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണ്ട, ഒന്നുകൂടെ വിളിക്ക്, വിശ്വാസം നമുക്ക് വിളിക്കാം. പ്രിയപ്പെട്ട എൻ്റെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ഇടപെടൽ എന്ന് പറയുന്നത് എത്ര ശക്തമാണ്. അന്ന് എൻ്റെ മുമ്പിൽ വെച്ച് തന്നെയാണ് അന്ന് ഫോൺ വിളിച്ചു. ജോർജെ, ഞാൻ കുറേ അന്വേഷിച്ചിട്ടും കിട്ടിയില്ല, എങ്കിലും ഞാൻ ജോർജിനോടൊന്ന് വീണ്ടും ആവശ്യപ്പെടുകയാണ്. എനിക്ക് അതായത് പലിശ അടയ്ക്കാനുള്ളതെങ്കിലും തരാമോ, അല്ലെങ്കിൽ ജപ്തി നോട്ടീസ് വന്നല്ലോ, പലിശയ്ക്കുള്ളതെങ്കിലും വരാമോ? അപ്പോൾ ആ ജോർജ് പറഞ്ഞ മനുഷ്യൻ ഫോണിൽ കൂടെ പറഞ്ഞൊരു കാര്യമുണ്ട്, എടോ ഞാൻ തന്നെ വിളിക്കാൻ അങ്ങോട്ട് തുടങ്ങുകയായിരുന്നു. കാരണം എൻ്റെ ഒരു സുഹൃത്ത് UK യിലുണ്ടായിരുന്നു, അദ്ദേഹം ഇപ്പം നാട്ടിൽ വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ സങ്കടങ്ങളൊക്കെ പറഞ്ഞപ്പം അദ്ദേഹം എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിനക്ക് ഞാൻ നിൻ്റെ പലിശ എത്രയാണോ അത് ഞാൻ അടയ്ക്കാൻ തയ്യാറാ. ചെന്ന് പറയാം ഹല്ലേലൂയ, സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൺമുമ്പിൽ നമുക്ക് എവിടെ നിന്നാണോ ദൈവത്തിൻ്റെ സഹായം എന്ന് പറയുന്നത്, ദൈവം സഹായിക്കും. പക്ഷെ കർത്താവിനൊരു സമയമുണ്ട് എന്നുള്ളതാണ്. ദൈവത്തിനൊരു സമയമുണ്ട്. ചേർന്ന് പറയാം ഹല്ലേലൂയ.
സന്തോഷം പറയാം ഹല്ലേലൂയ. നമ്മുടെ ഒരേ ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൻ്റെ സകല സമർപ്പണവും ബലിപീഠത്തിലേക്ക് ബന്ധിച്ചു കിടത്തട്ടെ. ആ ബലിപീഠത്തിൽ ബന്ധിച്ചു കിടത്തിക്കൊണ്ടുള്ള അനുദിനമുള്ള ജീവിത അർപ്പണത്തിലൂടെ നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുവാൻ, ഇതാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ ആഘോഷം, വിശുദ്ധ കുർബാന. ചെന്ന് പറയാം ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി. എവിടെയൊക്കെയാണോ ബൈബിൾ മുഴുവൻ എടുത്തു നോക്കുമാണ്, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ബൈബിളിൽ കാണുന്ന വലിയൊരു കാര്യമുണ്ട്. എവിടെയെല്ലാം ദൈവത്തിൻ്റെ ഇടപെടലുണ്ടോ അവിടെയെല്ലാം പ്രവാചകന്മാരും ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരൊക്കെ ബലിപീഠം പണിതുകൊണ്ടിരിക്കുന്നവരാണ്, ബലിപീഠത്തെ ജീവനം സമർപ്പിക്കുന്നവരാണ്. അതിൻ്റെ തുടർച്ചയാണ് ഇന്ന് ഞാനും നമ്മളും എല്ലാവരും. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ആരംഭം ബലിപീഠത്തിൽ നിന്നാണ്. അവിടെ നിന്നാണ് ജീവിതത്തിൻ്റെ സകല നിയോഗങ്ങളും ആരംഭിക്കേണ്ടത്. ചേർന്ന് പറയാം ഹല്ലേലൂയ. സന്തോഷം പറയാം ഹല്ലേലൂയ. കുടുംബത്തിൻ്റെ പദ്ധതി മുഴുവനും ബലിപീഠത്തിന് വേണം തുടങ്ങാൻ. എൻ്റെ വീട് പണിയാൻ ഞാൻ ആഗ്രഹിച്ചോ, വീട് പ്ലാൻ വരച്ച് വീടിൻ്റെ ഒരു ചിത്രം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്ലാൻ വരച്ചതിന് ശേഷം ആ പ്ലാൻ അൾത്താരെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു കൊണ്ടുപോകാൻ, എൻ്റെ മക്കളുടെ ഉപരിവിദ്യാഭ്യാസത്തിന് വേണ്ടി ദൈവം ആ വ്യക്തിക്ക് കൊടുത്തിരിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ അൾത്താരെ വെച്ചൊന്ന് ആശീർവാദിച്ചു കൊണ്ടുപോകുവാൻ, എൻ്റെ കടബാധ്യതയുടെ ലിസ്റ്റുകൾ അൾത്താരെ കൊണ്ടുവന്നിട്ട് ആശീർവദിച്ചിട്ടൊന്ന് പോകുവാൻ, എൻ്റെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങൾ അൾത്താരയിലൊന്ന് സമർപ്പിക്കാൻ, മാറിക്കൊണ്ടിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിലൂടെ എത്രയോ കുടുംബങ്ങൾ രോഗപീഠകൾ മൂലം മറ്റ് സാഹചര്യങ്ങൾ മൂലം ഇന്ന് കുടുംബനാഥന്മാർ നഷ്ടപ്പെട്ടുകൊണ്ട്, അതായത് രോഗം മൂലമോ അപകട മരണം മൂലമോ പെട്ടെന്നുള്ള മരണം മൂലമോ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മരണങ്ങളുടെ എന്തുമാത്രമാണ്. എത്രയോ കുടുംബങ്ങളിലെ പ്രിയപ്പെട്ട അമ്മച്ചിമാർ വിധവകളായി മാറുന്നുണ്ട്. എത്രയോ കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളെ നഷ്ടപ്പെട്ട് പോകുന്നുണ്ട്. എത്രയോ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകുന്നുണ്ട്. ലോകത്തിൻ്റെ ആശയങ്ങൾ അറിവിലേക്ക് കയറി കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ ഒക്കെ തിരുത്തി കുടുംബ പ്രാർത്ഥനയെ പങ്കെടുപ്പിച്ച് വിശുദ്ധ കുർബാനയെ പങ്കെടുപ്പിച്ച് അൾത്താരയോട് ചേർന്ന് ജീവിക്കുന്ന കുട്ടികൾ അവരുടേതായിട്ടുള്ള വിവരങ്ങൾ അറിവുകൾ നേടുന്ന സാഹചര്യങ്ങളിലൂടെയും സ്കൂളുകളുടെയും കോളേജുകളുടെയും ആശയവിനിമയങ്ങളിലൂടെയും സുഹൃത്തുക്കളിലൂടെയും ഒക്കെ കണ്ടുമുട്ടുന്നവരിലൂടെയൊക്കെ ലഭിക്കുന്ന ആശയങ്ങൾ, തെറ്റായ ചില ചിന്താരീതികളും അറിവുകളും ആശയങ്ങളും നമ്മുടെ കുട്ടികളിലേക്ക് കിട്ടിക്കഴിയുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന അറിവുകളെ ദൈവത്തിൻ്റെ വിശുദ്ധ കുർബാനയിൽ നിന്ന് ഒഴുകുന്ന തിരുരത്താൽ കഴുകി എൻ്റെ കുഞ്ഞിൻ്റെ ചിന്തകളെ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ അൾത്താരയിൽ നിന്ന് കൊണ്ടുവരാൻ. ചെന്ന് പറയാം ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. നമ്മൾ സമർപ്പിക്കേണ്ട ഒരു കാര്യം, അൾത്താരെ ഞാൻ സമർപ്പിച്ചതിന് ശേഷം പിന്നെ മുഖം മ്ലാനമാവരുത് എന്ന് പറഞ്ഞാൽ, അൾത്താരെ ഞാൻ കൊടുത്തതിന് ശേഷം വീണ്ടും ആവലാതികളോ നൊമ്പരങ്ങളോ ഇനി എന്ത് സംഭവിക്കും എന്നാണോ അവന്നുള്ളൊരു ചോദ്യമില്ല. അതാണ് 1 സാമുവേൽ പ്രവാചകന്റെ 1-ാം അധ്യായത്തിൽ കാണുന്ന ഒരു സംഭവം. ചെന്ന് പറയാം ഹല്ലേലൂയ. അവിടെ നമ്മൾ കാണുന്നത് സാമുവേലിൻ്റെ അമ്മയായ അന്നായെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്. അതായത് 1 സാമുവേൽ 1-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വചനം അവിടെ പറയുന്നുണ്ട്, അനന്തരം അവൾ പോയി ഭക്ഷണം കഴിച്ചു, പിന്നീട് ഒരിക്കലും അവളുടെ മുഖം മ്ലാനമായിട്ടില്ല. ഇവിടെയാണ് ദൈവനിവേശിത വിശ്വാസം. അൾത്താരെ ഞാൻ കൊടുത്തു, ഈ അൾത്താരെ കൊടുത്തിട്ട് ഞാൻ ഇറങ്ങി വരുമ്പോഴും ഞാൻ ചോദിച്ചതിന് വിപരീതമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നെങ്കിലും ഇവിടെയാണ് വിശ്വാസത്തിൻ്റെ ആഴം. അതാണ് ദാനിയേലിൻ്റെ കൂട്ടുകാർ അഗ്നിച്ചൂളയിൽ കിടന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്.
ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങളെ അഗ്നിച്ചൂളയിൽ നിന്ന് രക്ഷിക്കാൻ ശക്തനാണ്. ഇനി അവിടുന്ന് ഞങ്ങളെ രക്ഷിച്ചില്ലെങ്കിൽ പോലും ദൈവത്തെ തള്ളിപ്പറയാനോ ദൈവത്തിൽ നിന്ന് അകലാനോ ഞങ്ങളില്ല. ദൈവം ഞങ്ങൾക്ക് നന്മ ചെയ്താലും നന്മ ചെയ്തില്ലെങ്കിലും, ദുഃഖം അകറ്റിയാലും ദുഃഖം അകറ്റിയില്ലെങ്കിലും, ദൈവമേ എന്നുള്ള വിളി ഉള്ളിൽ അകലാതെ കർത്താവിനോട് കൂടിയിരിക്കുന്നതാണ് ദൈവനിവേശിത വിശ്വാസം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ചെന്ന് പറയാം ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഓ ദൈവമേ, ദൈവകരങ്ങളിൽ സമർപ്പിച്ചു, എനിക്കിനി സമാധാനമായല്ലോ എന്ന് പറഞ്ഞ് പോകുന്ന വഴികളിൽ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പോ വീട്ടിൽ ചെന്നതിന് ശേഷമോ ഏത് കാര്യത്തെക്കുറിച്ചാണോ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചത്, ആ പ്രാർത്ഥിച്ച കാര്യങ്ങൾ സാധിക്കാതെ വരുമ്പോൾ, അതിന് സമയം നീണ്ടുപോകുമ്പോൾ, ഇരട്ടി കഷ്ടപ്പാടുകൾ വന്നു ചേരുമ്പോൾ എവിടെ ദൈവമെന്ന് ചോദിക്കുന്ന ഒരു ലോകമുണ്ടേ ഇന്ന്. ഹല്ലേലൂയ. എന്താണ് ദൈവം? പ്രിയപ്പെട്ടവരെ, ക്രൈസ്തവ വിശ്വാസത്തിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ക്ഷാമത്തിൻ്റെ കാലമുണ്ട്. ക്ഷാമത്തിൻ്റെയും പട്ടിണിയുടെയും ദാരിദ്ര്യത്തിൻ്റെയും കഷ്ടപ്പാടുകളുടെയും ഞെരുക്കത്തിൻ്റെയും ദുഃഖങ്ങളുടെയും അകറ്റി എല്ലാവരാലും മാറ്റി നിർത്തപ്പെടുന്ന സമയങ്ങളിലൂടെയും ആരും മനസ്സിലാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലൂടെയും സ്നേഹം ആഗ്രഹിച്ചിട്ട് ലഭിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലൂടെയും എല്ലാം കടന്നു പോകാനുള്ള സാധ്യതകളുണ്ട് മനുഷ്യ ജീവിതത്തിൽ. ചെന്ന് പറയാം ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. മനുഷ്യൻ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വേദനാജനകമായ ഒന്നാണ് അവഗണന എന്ന് പറയുന്ന ഒരു കാര്യം. അവഗണന. അനുദിനം കുടുംബത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന കുറേ ദുഃഖങ്ങളുണ്ട്. നമ്മുടെ തന്നെ വ്യക്തി ജീവിതത്തിൽ, കുടുംബത്തിൽ ആരോടും പറയാത്ത നമ്മുടെ വേദനകളുണ്ട്. കുടുംബ രഹസ്യം എന്ന് പറയുന്നത്, ഒരു കുടുംബ വൃക്ഷത്തിൻ്റെ വേരിലുണ്ടാകുന്ന നൊമ്പരങ്ങൾ എല്ലാവരോടും നമ്മൾ പറയുകയില്ല. കാരണം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാകുന്ന ഒരു കാര്യമാണ് അഭിമാനം എന്നൊരു കാര്യമുണ്ട്. ഈ അഭിമാനമുള്ളത് കൊണ്ട് നമ്മുടെ കുടുംബത്തിലെ ചെറിയ ചെറിയ ദുഃഖങ്ങളോ ബുദ്ധിമുട്ടുകളോ ക്ലേശങ്ങളോ കഷ്ടപ്പാടുകളോ ഒന്നും നമ്മൾ ആരോടും പങ്കുവയ്ക്കുകയില്ല. ഈ പങ്കുവയ്ക്കാനുള്ള ഒരേ ഒരു വേദിയാണ് ബലിപീഠം. ചെന്ന് പറയാം ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ.